യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം, ഓക്കെ, അത് എത്രമാത്രം പ്രാധാന്യമുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് ഈ വ്യക്തി എത്രമാത്രം വില നൽകുന്നുണ്ട്, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓവറോൾ എനർജിയും നോക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് നോക്കാം. നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള എനർജിയിലാണ് ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. തീർത്തും ഈ പേഴ്സൺ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളില്ലാതെ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. മേ ബി വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തി ആയിരിക്കാം. എന്താണെങ്കിൽ പോലും ആരുമായിട്ട് പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻ ഇല്ല, ആരോടും പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, വിത്തൗട്ട് എനി കണക്ഷൻ, ഒരു അത്യാവശ്യം ഇൻട്രോവേർട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പ്രത്യേകിച്ച് സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വന്നതോടുകൂടി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ പേഴ്സണോട് ചോദിക്കുകയാണ്, ഈ പേഴ്സന്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നിങ്ങളെ പ്രപ്പോസ് ചെയ്തതും അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങളെ കുറിച്ചിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വന്നതോടുകൂടി തന്നെയാണ്. അത് ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് വെളിച്ചമുണർത്തി, ഒരുപാട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ വീട്ടിലൊക്കെയാണ് ഈ പേഴ്സൺ താമസിക്കുന്നതെങ്കിൽ പോലും വീട്ടുകാരായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ പേഴ്സണെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രോമയായിട്ടൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷമമുണ്ട് മനസ്സിൽ, പക്ഷെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കാം. ഇനിയിപ്പോൾ ആരോട് പറഞ്ഞിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ ആരോട് പരാതിപ്പെട്ടിട്ട് എന്തിനാണ് എന്നുള്ള ഇത് വെച്ചിട്ടായിരിക്കണം. ഓക്കെ, വാട്ടെവർ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ്, നിങ്ങളുടെ ആ ഒരു കാര്യത്തിലാണ് പ്രീതിപ്പെട്ടിട്ടുള്ളത്. വളരെയധികം ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്ന, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് ഈ വ്യക്തിക്കുള്ളത്. കാരണം ഒരു കാര്യവും വെറുതെ വേണ്ട, കഷ്ടപ്പെട്ടിട്ട് മതി, ഹാർഡ് വർക്ക് ചെയ്തിട്ട് മതി. എനിക്ക് ആരുടെ ഒന്നും വേണ്ട, എനിക്ക് ഫ്രീ ആയിട്ടും വേണ്ട, എനിക്ക് കുറുക്കു വഴി വേണ്ട, അതായത് ഈസിയസ്റ്റ് ആയിട്ടുള്ള ചെറിയ വഴികളുണ്ടല്ലോ, അത് ഷോർട്ട് കട്ട്സ് വേണ്ട. ബിക്കോസ് എനിക്ക് നേരെ നിന്നുകൊണ്ട് എനിക്കത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ട് എന്ത് കാര്യത്തിലും കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ഈ പേഴ്സൺ ഫസ്റ്റ് ആണ്. ഈ പേഴ്സണെ 10ൽ 10 മാർക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇതിലൂടെ നമുക്ക് ഈ പേഴ്സൺ ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ ആ ഒരു സെയിം കമ്മിറ്റ്മെന്റ് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിലും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത്രയും പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭയങ്കര ഡ്രീമിംഗ് ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടിയത് പോലും ഈ വ്യക്തി യാതൊരു തരത്തിലും മടുപ്പില്ലാതെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കൊണ്ട് തന്നെയാണ്.
ഓക്കെ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിപ്പോൾ പ്രൊഫഷൻ വൈസ് ആണെങ്കിലും റിലേഷൻഷിപ്പിന്റെ ആ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പോലും അവർക്ക് അറിയണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ. ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും ഒരുപാട് കമ്മിറ്റ്മെന്റിലേക്ക് പോകാനും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ എന്ത് കാര്യത്തിലും പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് ഈ പേഴ്സണ് സ്പെഷ്യലാണ്. ഒരു കാര്യവും പാതി വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നിർത്തി പോകാനൊന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്ന ആളല്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും 100% കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കണമെന്നും ആ ഒരു ലെവലിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതിലേക്ക് 100% കമ്മിറ്റ്മെന്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഒരു വാരിയർ വുമൺ ആയിട്ടാണ്. കാരണം കണ്ണുകളിലൂടെ കണ്ണുനീര് വരുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, തേർഡ് ഐ ചക്ര ഓപ്പൺ ആണ്. വളരെയധികം നമുക്കൊരു സൂര്യന്റെ എനർജിയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഹൃദയം കത്തിജ്വലിക്കുന്നുണ്ട് സ്നേഹം കൊണ്ട്. കാരണം എത്ര തീ പോലെ പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹൃദയം പൊള്ളിപ്പിക്കുന്നതും മറ്റുള്ളവർ പിന്നിൽ നിന്നും കുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തകർന്നും തളർന്നും വീഴാതെ നിങ്ങൾ വളരെയധികം സ്മാർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാരിയർ വുമൺ ആണ്. അത് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇപ്പൊ ഇത് വുമണ് ഈ കാർഡിൽ വന്നതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇത് പുരുഷനായിട്ടും നിങ്ങൾക്ക് സങ്കല്പിക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിചാരിക്കുന്നത്, കാരണം നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന കാർഡാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ രീതിയിൽ ഈ ഒരു കാർഡിനെ കാണുക. നിങ്ങൾ വളരെയധികം എന്തൊക്കെ എന്തെങ്കിൽ പോലും അവയെല്ലാം ഒരു പുഞ്ചിരിയോട് കൂടി വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ശത്രുക്കളെ പോലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരാൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പൊ അത്രയും പരിശുദ്ധമായിട്ടുള്ള നിങ്ങളെ പിന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഡീപ്പനിങ് ആണ്. അതായത് ഉറപ്പായിട്ടും ഇതൊരു ആഴത്തിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. ഈ പേഴ്സന്റെ സോളിനെ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് പോലും ഈ പേഴ്സന് സമാധാനം കിട്ടാത്തതുമായിട്ടുള്ള ഒരു കണക്ഷനാണിത്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ഈ പേഴ്സൺ ഒരുപാട് കണക്ഷൻസിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത, അതായത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, സോളിലേക്ക് വളരെയധികം ആഴത്തിലേക്ക് പതിഞ്ഞിട്ടുള്ള മറ്റാരും തന്നെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം ഇല്ലെങ്കിൽ ഈ പേഴ്സൺ ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് മിണ്ടാണ്ടായി, അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് പോയി, അങ്ങനെയാണെങ്കിൽ പോലും ഈ വ്യക്തി ദൈവത്തിൽ സമർപ്പിക്കുന്നു എന്നുള്ളൊരു രീതിയാണ് വരുന്നത്. ഓൾവേസ് സറണ്ടർ ടു ദ ഡിവൈൻ ആൻഡ് ഗോഡ്. വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത്. അല്ലാതെ മറ്റാൾക്കാരോട് വിഷമം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ മറ്റുള്ള ആൾക്കാർ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ അവർ പിരിഞ്ഞു പോയപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരോട് പരാതിപ്പെട്ട് നടന്നിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇതില് ഈ പേഴ്സൺ ഉറപ്പുണ്ട്, ബിക്കോസ് നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾ തിരിച്ച് ഈ പേഴ്സന്റെ അടുത്തേക്ക് വരും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഉറപ്പ് ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പരാതിപ്പെടാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാനോ, വിഷമമുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എങ്കിൽ പോലും അത് അത്രയും ഒരു പ്രാധാന്യത്തോടു കൂടി ഈ പേഴ്സൺ ചിന്തിച്ച് നിൽക്കുന്ന, വിശ്വാസത്തോടെ നിൽക്കുന്ന, എവിടെയൊക്കെ പോയാലും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളൊരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഗ്രീവിംഗ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വിഷമമാണ്, വളരെയധികം വിഷമമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു വിഷമം. കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രീവിംഗ് എന്ന് പറയുന്ന കാർഡാണ്, അതായത് ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ ദുഃഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു.
അതായത് മാറ്റിമറിക്കാനായിട്ട് സാധിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ദുഃഖത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചു, ആ ദുഃഖത്തെ സന്തോഷമാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അതിശയമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ആനിമൽ ഗാർഡിയൻ ട്രസ്റ്റ് യുവർ ഇൻസിക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു പോരായ്മകൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ തന്നെ ഒരു ട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം മാത്രമാണ്. ഓക്കെ, അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളിലൂടെ മാത്രമാണ് ഈ പേഴ്സണ് കോൺഫിഡൻസ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ വ്യക്തിയുടെ എന്ത് കാര്യത്തെയും ഈ വ്യക്തി വിശ്വസിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു, തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇൻസ്പിരേഷൻ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഭയങ്കര ഒരു ഡ്രീമിംഗ് ആണ്. കാരണം നിങ്ങളുടെ കുറിച്ചുള്ള ചിന്ത ഈ പേഴ്സന്റെ മനസ്സിൽ അത്രയും ഒരു പോസിറ്റിവിറ്റിയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ 5 month ആണ്, 5 മാസത്തെ പ്രണയമായിരിക്കാം. ചിലപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ്, പൂയം നാള് 4-ാം തീയതി, അശ്വതി നാള്, വിത്തിൻ 3 months എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ സംതിങ് സ്പെഷ്യൽ. ഓവർ പൊസസീവ്നെസ് ആയിരിക്കാം. നമ്പർ 3 സ്പിരിച്വൽ പ്രാക്ടീസസ്, മെഡിറ്റേഷൻ. മലപ്പുറം ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് 2-ാം തീയതി. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവില്ലായ്മ, അതും കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.